ഇന്ത്യയുടെ അഗ്നി 5 ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണത്തിന് ശേഷം പാകിസ്ഥാന്റെ സുഹൃത്തായ തുർക്കിക്ക് വലിയ തളർച്ചയാണ്. എന്നാൽ എന്തിനാണ് ഇങ്ങനെ ഒരു ആശങ്ക, എന്തിനാണ് ഇങ്ങനെ ഒരു തളർച്ച? നിസ്സാരമായി പറഞ്ഞാൽ ഈ ഒരു മിസൈലിന് തുർക്കിയെ ആക്രമിക്കാൻ നിസ്സംശയം സാധിക്കും. ഇന്ത്യയുടെ തന്ത്രപരമായ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന സംഭവ വികാസത്തിൽ 5000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ആണവശേഷിയുള്ള സംവിധാനമായ അഗ്നി 5 ബാലിസ്റ്റിക് മിസൈൽ ഒഡീഷയിലെ ഡോക്ടർ അബ്ദുൽ കലാം ദ്വീപിൽ നിന്ന് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. നൂതന സവിശേഷതകളുള്ള അഗ്നി 5 ഇന്ത്യ പരീക്ഷിക്കുന്നത് ഇത് രണ്ടാം തവണയാണ്. കഴിഞ്ഞ വർഷം 2024 മാർച്ച് 11 മിഷൻ ദിവ്യാസ്ത്രയുടെ കീഴിൽ MIRV, അതായത് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ എന്നറിയപ്പെടുന്ന മൾട്ടിപ്പിൾ വാർഹെഡ് ശേഷിയുള്ള മിസൈൽ ആദ്യമായി ഇന്ത്യ പരീക്ഷിച്ചിരുന്നു. ശരിക്കും ചൈനയെയും പാകിസ്ഥാനെയും പിന്തിരിപ്പിക്കുക എന്നതാണ് ഇന്ത്യയുടെ മിസൈൽ പരിപാടിയുടെ ലക്ഷ്യമെന്ന് ഇന്ത്യ ആവർത്തിച്ചു പറയുമ്പോൾ, അല്ലെങ്കിൽ നിരീക്ഷകർ അങ്ങനെ പറയുമ്പോൾ, തുർക്കിയുടെ നെഞ്ചെടുപ്പും ഇവിടെ ഇന്ത്യയിൽ കേൾക്കുന്നുണ്ട്. തുർക്കി മാധ്യമങ്ങൾ അഗ്നി 5ന്റെ പരിധിയിൽ തുർക്കിയെയും ഉൾക്കൊള്ളുന്നുവെന്ന് എടുത്തു കാണിച്ചത് അങ്കാറയിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ അഗ്നി 5 ബാലിസ്റ്റിക് മിസൈലിനെക്കുറിച്ചും തുർക്കിക്കുള്ള ടെൻഷനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഒന്ന് പരിശോധിക്കാം. ആദ്യ ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ അഗ്നി 5 ബാലിസ്റ്റിക് മിസൈലിൽ തുർക്കി എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്, ആശങ്കപ്പെടുന്നത്? ഇന്ത്യയുടെ ആക്രമണശേഷി അഗ്നി 5 ഗണ്യമായി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ മിസൈലിന്റെ റീച്ച് ഏഷ്യയിലെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും യൂറോപ്പിന്റെ ചില ഭാഗങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നു. 700 കിലോമീറ്റർ മുതൽ 3500 കിലോമീറ്റർ വരെയുള്ള ദൂരപരിധിയുള്ള പതിവുകൾ ഇതിനകം ഉൾപ്പെടുത്തിയിട്ടുള്ള അഗ്നി മിസൈൽ പരമ്പരയിലെ ഏറ്റവും പുതിയതാണ് അഗ്നി 5. അഗ്നി 5 ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണ വിക്ഷേപണത്തിന് ശേഷം തുർക്കിയിലെ ഏത് ഭാഗത്തും മിനിറ്റുകൾക്കുള്ളിൽ ആക്രമണം നടത്താൻ മിസൈലിന് സാധിക്കുമെന്ന വസ്തുത തുർക്കി മനസ്സിലാക്കി. പിന്നാലെ തുർക്കി മാധ്യമങ്ങൾ വലിയ ആശങ്ക പ്രകടിപ്പിക്കുകയായിരുന്നു. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ അഗ്നി 5 ബാലിസ്റ്റിക് മിസൈൽ എത്രത്തോളം ശക്തമാണ്? ഒഡീഷയിലെ ചാന്ദിപുരയിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് ITRൽ നിന്ന് ആണവശേഷിയുള്ള അഗ്നി 5 ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഓഗസ്റ്റ് 20 ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. എല്ലാ പ്രവർത്തനപരവും സാങ്കേതികവുമായ പാരാമീറ്ററുകൾ സാധൂകരിച്ച വിക്ഷേപണം സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന്റെ ആഭിമുഖ്യത്തിലാണ് നടത്തിയത് എന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. ഇനി ഇന്ത്യയുടെ അഗ്നി 5 ബാലിസ്റ്റിക് മിസൈൽ എത്രത്തോളം അപകടകരമാണ് എന്ന ചോദ്യവും ബാക്കിയുണ്ട്. മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ MIRV ടെക്നോളജി, ഈ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സജ്ജീകരിച്ചിരിക്കുന്ന അഗ്നി 5 മിസൈൽ ഇന്ത്യയുടെ ആണവ പ്രതിരോധത്തിന്റെ ഒരു അടിസ്ഥാനമാണ് എന്ന് വേണം പറയാൻ. അഗ്നി 5 മിസൈലിന്റെ MIRV സാങ്കേതിക വിദ്യ വ്യത്യസ്ത ലക്ഷ്യങ്ങളിലേക്ക് ഒന്നിലധികം ആണവ പോർമുനകൾ വഹിക്കാനും വിന്യസിക്കാനും അനുവദിക്കുന്നു, അതും ഒറ്റ വിക്ഷേപണത്തിൽ. അഗ്നി 5 ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്നുണ്ടാകാം, പക്ഷേ ഇന്ത്യയുടെ വളർന്നു വരുന്ന ആണവശേഷിയുള്ള മിസൈലുകളുടെ ഒരു ഭാഗം മാത്രമാണ് ഇത്. രാജ്യത്തിന്റെ ആണവായുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി 2003 സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് SFC സ്ഥാപിതമായതു മുതൽ അത് പ്രധാനമായും സിംഗിൾ വാർഹെഡ് ബാലിസ്റ്റിക് മിസൈലുകളെയാണ് ആശ്രയിക്കുന്നത്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള പൃഥ്വി 2 350 കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി 1, 700 കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി 2, 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി 3, 5000 കിലോമീറ്ററിലധികം ദൂരത്തേക്ക് പ്രഹരിക്കാൻ കഴിയുന്ന ഭൂഖണ്ഡാന്തര അഗ്നി 5 എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. അവ ഒരുമിച്ച് പാകിസ്ഥാനെയും ചൈനയെയും പിന്തിരിപ്പിക്കാനുള്ള കഴിവ് ഇന്ത്യക്ക് നൽകുന്നു. ഇനി ചെലവ് കുറഞ്ഞതും മിസൈൽ അധിഷ്ഠിതവുമായ ഒരു പരിഹാരം നൽകിക്കൊണ്ട് B2 പോലുള്ള തന്ത്രപ്രധാനമായ ഒരു ബോംബറിന്റെ അഭാവം ഇന്ത്യക്ക് നികത്താൻ ഈ ഒരു രൂപകൽപ്പന സഹായിക്കുന്നുണ്ട്. അമേരിക്കൻ GBU-57ന്റെ 2400 കിലോഗ്രാം പേലോഡിനേക്കാൾ വളരെ വലുതായ ഇതിന്റെ 7500 കിലോഗ്രാം വാർഹെഡ് കൂടുതൽ വിനാശകരമായ ശക്തിയും നൽകുന്നു. ഇങ്ങനെയാണെങ്കിലും വാർഹെഡ് രൂപകൽപ്പനയും അതുപോലെ ലക്ഷ്യത്തിന്റെ മെറ്റീരിയലിനെ ആശ്രയിച്ച് സ്ട്രൈക്കിന്റെ ആഴം വ്യത്യാസപ്പെടുന്നുണ്ട്. ശരിക്കും ഈ ഒരു പരീക്ഷണ സമയവും ശ്രദ്ധേയമാണ്. കാരണം വർഷങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ആദ്യ ചൈന സന്ദർശനത്തിന് തയ്യാറെടുക്കുകയാണ്. നയതന്ത്രം വീണ്ടും ജാഗ്രതയോടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ വളർന്നു വരുന്ന തന്ത്രപരമായ വ്യാപ്തി പ്രദർശിപ്പിക്കാനുള്ള ശ്രമത്തിന് ഈ മിസൈൽ പരീക്ഷണം അടിവരയിടുന്നതാണ്.